തദ്ദേശ സ്ഥാപനങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് 3 വിഷനുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ത്യയിലെ ഏതെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങൾ കേരളത്തിന് പുറത്ത് മാതൃകയായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ BJPക്ക് പറയാം, കോൺഗ്രസ്സിന് പറയാം. ഞങ്ങൾ ജനങ്ങളോട് പറയുന്ന കാര്യം ഇതാണ്. ഉദാഹരണമായിട്ട് ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് മാലിന്യ സംസ്കരണത്തിൽ എന്താണ് കേരളത്തിൻ്റെ മാതൃക? അവരുടെ മുമ്പിൽ ഹരിതകർമ്മസേന എന്നൊരു പുതിയ മാതൃക വന്നിരിക്കുന്നു. ഇന്നലെ വരെ ഇല്ല. അത് നമ്മുടെ റോഡുകളിലെ മാലിന്യത്തിൻ്റെ അളവ് കുറച്ചോ പുഴകളിലെ വെള്ളത്തെ ശുദ്ധീകരിക്കാൻ ഉപയോഗിച്ചോ താരതമ്യം ചെയ്യില്ലേ ആളുകൾ? അതുപോലെ തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്കൂളുകളും ആശുപത്രികളും മികവാർന്നതാക്കി അതിൻ്റെ പ്രാദേശിക ബന്ധം ഉറപ്പുവരുത്തി. ഇപ്പം തന്നെ കുടുംബശ്രീ അത് പിരിച്ചുവിടുമെന്നാണ് UDF പറയുന്നത്. അപ്പോൾ 6 മാസക്കാലം കൂടിയേ ഇനി കുടുംബശ്രീക്ക് ആയുസുള്ളൂ, അത് ഞങ്ങൾ പിരിച്ചുവിടും എന്ന് UDF വാഗ്ദാനം ചെയ്താൽ ഞങ്ങൾ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുന്ന കുടുംബശ്രീ നമ്മുടെ നാട്ടിലുണ്ട്. 62 ലക്ഷം വീടുകളിൽ 2000 രൂപ വെച്ച് പെൻഷൻ എത്തിക്കുമ്പോൾ അയ്യോ ഇത് ഞങ്ങളെങ്ങനെ കൊടുക്കും, ഇത് കൈക്കൂലിയാണ്, ഇത് ഞങ്ങളെങ്ങനെ കൊടുക്കും, നിങ്ങൾ കൊടുക്കണ്ട, LDFകാർ കൊടുത്തോളും എന്ന് കോൺഗ്രസ്സുകാരോട് മറുപടി പറയുന്ന പെൻഷൻ വാങ്ങുന്ന ഒരു സമൂഹം നാട്ടിലുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പുതിയ മാതൃക മുന്നോട്ട് വെച്ചു. അതിലൊരു 1000 രൂപ വെച്ച് മാസം ഒരു മഞ്ഞ കാർഡുകൾക്കും അതുപോലെ തന്നെ പിങ്ക് കാർഡിലുള്ള ദാരിദ്ര്യത്തിൽപ്പെട്ട ആളുകൾ, അതിദാരിദ്ര്യമല്ല ദാരിദ്ര്യത്തിൽപ്പെട്ട ആളുകൾ, അവരെ സപ്പോർട്ട് ചെയ്യുന്നൊരു പദ്ധതി മുന്നോട്ട് വെച്ചു. ഏറ്റവും പുതിയ തലമുറയ്ക്ക് വേണ്ടി കണക്റ്റ് വർക്ക് പദ്ധതി. ആളുകൾക്കത് മനസ്സിലായി. കുട്ടികൾ വിദേശത്ത് ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഇടനിലക്കാരുടെ കയ്യിൽപ്പെട്ട് പണം നഷ്ടപ്പെടുമ്പോൾ സർക്കാരൊപ്പമുണ്ട് നിങ്ങൾക്കൊരു ജോലി വാങ്ങിച്ചു തരാൻ. വിജ്ഞാന കേരളം പദ്ധതി ഡോക്ടർ തോമസ് ഐസക് നേതൃത്വം കൊടുക്കുന്നു. ഇതൊക്കെ വലിയ വിശ്വാസ്യത നേടുകയാണ്.